നമുക്ക് രോഗമുണ്ടോ എന്ന് ഒരു പ്രായം കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പ്രമേഹമുള്ള മാതാപിതാക്കളുടെ മക്കളാണെങ്കിൽ എന്തായാലും നമ്മളിതിന് 6 മാസം കൂടുമ്പം, എത്ര ചെറിയ പ്രായമാണെങ്കിലും ഒരു 6 മാസം കൂടുമ്പോൾ ഷുഗറെങ്കിലും നോക്കണം, പ്രമേഹം വരുന്നുണ്ടോ ഇല്ലേന്നുള്ളത്. ചില ആൾക്കാരോട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ തരാം, ഇനി കണ്ടാൽ നമ്മൾ ഇടങ്ങാറോ, കണ്ടുപിടിച്ചാലും ഇടങ്ങാറോ, നോക്കാതെ ആൾക്കാർ പല മനുഷ്യന്മാർ പല തരത്തിലുണ്ട്. ചില ആൾക്കാർ നോക്കുകയില്ല. നാളെ ഒരാൾ പറഞ്ഞപ്പോ ഞാൻ നല്ലോണം നയിച്ചില്ലേ, ഞാൻ ഇപ്പൊ 4 തെങ്ങ് തടം തുറന്ന് നിൽക്കപ്പോ ഇങ്ങനെ വേർത്ത് നിൽക്കുക, 4 തെങ്ങ് തടം തുറന്ന് നിൽക്കണിപ്പോ ഞാൻ എന്തിനാൾക്ക് നോക്കണേ, എനിക്കൊന്നും വരില്ല. അപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇന്ന് മരിച്ചോലൊക്കെ നോക്കിയാല് ജിമ്മെന്നൊക്കെയാണ് മരിച്ചത്, പന്തളിച്ചു കൊടുത്ത മരിച്ചത്. ആരോഗ്യമുള്ള കഴിഞ്ഞ ദിവസം ഏതോ ഒരു കോച്ചോ, ഈ പന്തളിക്കാര് കുറെ കഴിഞ്ഞാൽ പിന്നെ റഫറിയാവും, പിന്നെ കോച്ചാവും. ഓലെ നല്ല കാലത്തൊക്കെ വലിയ കളിക്കാരേക്കാരം. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ, നല്ല മുടുമുടുക്കുള്ള ആൾക്കാരൊക്കെ അറ്റാക്കായിട്ട് മരിച്ചത്. അപ്പൊ ഇതിനൊന്നും പ്രായോ അല്ലെങ്കിൽ നമ്മൾ വലിയ സ്റ്റാമിന ഉള്ള ആളോ ഒന്നും ഇതിന്ന് ഒഴിവാവില്ല. അതുകൊണ്ട് ഒരു ഏജ് കഴിഞ്ഞാൽ, ഒരു 40 കഴിഞ്ഞാൽ എല്ലാവരും ചെക്ക് ചെയ്താൽ ഇനിയിപ്പോൾ റിസൾട്ട് അറിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അത് നേരത്തെ അറിഞ്ഞാൽ ചിലതൊക്കെ നമുക്ക് നിയന്ത്രിക്കാനും ഒരുവിധം ചികിത്സിച്ച് മാറ്റാനൊക്കെ വരും. ഇപ്പോൾ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ പഴയ പോലെ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ സർജറി ചെയ്തിട്ടോ അല്ലെങ്കിൽ മരുന്ന് കൊടുത്തിട്ടോ ഒക്കെ പല ക്യാൻസറുകളും പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാൻ പറ്റും. അപ്പോൾ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തത്. സംശയം ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്യണം. ഈ സംശയം ഇല്ലെങ്കിലും ഒരു ഏജ് കഴിഞ്ഞാൽ ഓരോന്നിനും ഒരു കണക്കുണ്ട്. ആ കണക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ചെക്കപ്പ് ചെയ്യണമാണ്. രണ്ടാമത്തത്, ഇത് അറിഞ്ഞാൽ, ഇനിയിപ്പോൾ അറിഞ്ഞു ചെറിയൊരു ഷുഗർ കുറച്ചുണ്ട്, അപ്പൊ കൃത്യമായിട്ട് ചികിത്സിക്കണം. അത് ചികിത്സ എന്ന് പറഞ്ഞാൽ മരുന്ന് കുടിച്ചലല്ല, ചികിത്സന്റെ ഒരു ഭാഗമാണ് മരുന്ന് കുടിച്ചൽ. അപ്പൊ അത് ചില ഷുഗർ എന്ത് ചെയ്യും, തുടക്കത്തിൽ നമ്മൾ ഭക്ഷണം നിയന്ത്രിച്ചാൽ മതി. പണ്ടൊക്കെ നമ്മൾ പറയുന്നത് ഈ എന്താണ്, അമിതമായ ഭക്ഷണം, അതായത് ഈ ഷുഗർ ഉണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ ചോറ് അരിയൊക്കെ തിന്നിട്ടാണ് ഷുഗർ ഉണ്ടാക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. എന്നാലും എന്താ വെച്ചാൽ മൊത്തത്തിൽ നമ്മൾ എത്ര കഴിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പൊ പണ്ട് പറഞ്ഞാൽ നമ്മളെ വാപ്പ വല്യാപ്പന്മാരൊക്കെ തിന്നാൻ കിട്ടാത്ത ആൾക്കാര്, ഇന്നത് നേരെ തിരിച്ചാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പൊ തിന്നാൻ കിട്ടൽ കൂടിയിട്ടുള്ള കുഴപ്പമാണ്. അമിതമായ ഭക്ഷണം, അതെന്ത് നമ്മൾ ആൾക്കാർ തിന്നാം. എന്താണ്, ചിക്കൻ പീസും അൺലിമിറ്റഡ് നെയ്ച്ചോറും. എന്താ 60 ഉറുപ്പ്യ ഉള്ളെങ്കിലും പള്ള നമ്മളതല്ലേ. അൺലിമിറ്റഡ് നെയ്ച്ചോറ് കൊടുക്കാൻ മത്സരിക്കണം. എന്നിട്ട് ആൾക്കാർ ടാമ്പാട്ടിയാണ്. അപ്പോൾ അത് അപകടമാണ്. ഞാൻ പറഞ്ഞ നമ്മളെ റിക്വയർമെന്റിനനുസരിച്ച് നമ്മൾ തിന്നാൻ പാടുള്ളൂ. നിങ്ങളിങ്ങനെ AC ഇരിക്കുന്ന ആളാണ്, നിങ്ങൾക്ക് ആകെയുള്ള പണി അങ്ങനെ ചില കമ്പ്യൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുക ഇരിക്കുക, അങ്ങനത്തെ പണിയാണെങ്കിൽ നിങ്ങൾക്ക് ആകെ രാവിലെ ഒരപ്പം തിന്നേണ്ട ആവശ്യമുള്ളൂ, ഒരു കയ്യിൽ ചോറ് തിന്നേണ്ട ആവശ്യമുള്ളൂ. എന്താണ് പണി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലോണം തിന്നേണ്ട ആവശ്യമുള്ളൂ. നമ്മളെന്താ പറയുക, നമ്മൾ ഈ അണ്ണാച്ചിയാൾ തിന്നണായിരുന്നു. ഈ അണ്ണാച്ചിയാൾ ഈ തിന്നണ ഹോട്ടലിൽ പോയാൽ മതി, അവിടെ ഓരോ ചോറും കെട്ട് അതിൻ്റെ മുമ്പിൽ കുന്നൂട്ടിയിടുക. അതേമാതിരി നമ്മൾ തിന്നാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇറച്ചിയൊക്കെ കിട്ടിയാൽ അത്രയും തിന്നും ആൾക്കാർ. നല്ല ബീഫൊക്കെ കിട്ടിയാൽ ചോറിനൊന്നും കണക്കുണ്ടാവില്ല. പണ്ട് ഇടയ്ക്ക് ഇതിലൊരു LCHF പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. LCHF, LCHF അല്ല, LCHF. ഇറച്ചി തന്നെ തിന്നാ. പക്ഷെ എനിക്കൊന്നും അങ്ങ് തിന്നാൻ പറ്റില്ല. ഇറച്ചി തിന്നണമെങ്കിൽ അതിക്ക് പൊറാട്ട വേണ്ടേ, വെറുതെ ഇറച്ചി എങ്ങനെ തിന്നാ? കുറച്ചെങ്കിലും ഒരു ചോറില്ലാതെ ഇറച്ചി തിന്നാൻ പറ്റും. വെറും ഇറച്ചി അത് 4 ദിവസം തിന്നാൻ മടുക്കൂലേ? അതാണ് ഇതിന്റെ വിജയം എന്നാ ഞാൻ മനസ്സിലാക്കി. നിങ്ങൾ അതിക്ക് കുറച്ച് ചോറ് കൊടുത്ത് നോക്കി, ഇറച്ചറി തിന്നു ഇറച്ചി. അപ്പൊ അതിൻ്റെയൊക്കെ കൺസെപ്റ്റ് എന്താ വെച്ചാൽ ഈ ഷുഗറിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, ഈ ഷുഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താന്ന് ആദ്യം മനസ്സിലാക്കണം. ഷുഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ അടിസ്ഥാനപരമായ
ഈ എനർജി എന്ത് പ്രവർത്തനത്തിനും എനർജി വേണം. ഒരു വണ്ടി ഓട്ടണമെങ്കിൽ അതിന് ഡീസൽ അടിച്ചത് അല്ലെങ്കിൽ കറണ്ട് ചാർജ് ചെയ്യണം. നമ്മൾ ഓടാനുള്ള ഡീസൽ പെട്രോൾ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ 39 ട്രില്യൺ കോശങ്ങൾ. 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1 കോടിയല്ല, 100 കോടിയല്ല, 1000 കോടിയല്ല, 1,00,000 കോടിക്കാണ് 1 ട്രില്യൺ എന്ന് പറയാം. അങ്ങനത്തെ 39 ലക്ഷം കോടി ജീവനുള്ള കോശങ്ങൾ മനുഷ്യന്റെ ശരീരത്തിലുണ്ട്. ഈ കോശങ്ങളൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ഗ്ലൂക്കോസ്, പഞ്ചസാര. ആ പഞ്ചസാര നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലാണ് ഉണ്ടാകുക. അത് ദഹിക്കുമ്പോ എന്ത് ചെയ്യും? ദഹനത്തിന്റെ ഓരോ ഘട്ടങ്ങൾ കഴിഞ്ഞ് ലാസ്റ്റ് ചെറുകുടലിലെത്തും. ആ ചെറുകുടലിൽ നിന്നാണ് എന്ത് ചെയ്യുക? അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും, ഭക്ഷണത്തിലെ ദഹനത്തിന്റെ എല്ലാ പ്രോസസ്സുകളും കഴിയുന്നതോടുകൂടി എന്ത് ചെയ്യും? അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ സാധനങ്ങൾ ഷുഗർ കംപ്ലീറ്റ് വലിച്ച് രക്തത്തിലേക്ക് എടുക്കും. അപ്പൊ നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ ഷുഗർ എവിടെ ഉണ്ടാകുക? രക്തത്തിലുണ്ടാകുക. ആ രക്തത്തിൽ നിന്ന് ഈ പറഞ്ഞ 39 ട്രില്യൺ കോശങ്ങളിലേക്ക് ഈ ഗ്ലൂക്കോസിന് കയറണം. അപ്പോ ഒരു കോശത്തിന്റെ ഉള്ളിലേക്ക് ഒരു ഗ്ലൂക്കോസിന് കയറണമെങ്കിൽ അങ്ങനെ കയറാൻ പറ്റില്ല. അവിടെ പാസ്വേഡ്, അവിടെ സ്വൈപ്പ് ചെയ്യണം. നമ്മൾ ഒരു സെക്യൂരിറ്റി ഉള്ള ഒരു ഓഫീസിലേക്ക് ചെന്നാൽ നമുക്ക് കയറാൻ പറ്റില്ല അല്ലേ? നമുക്ക് കയറണമെങ്കിൽ അതിലുള്ള ജീവനക്കാരിങ്ങനെ സ്വൈപ്പ് ചെയ്തതിനുള്ളിൽ കയറിപ്പോകും. വലിയ വലിയ ഓഫീസിലൊക്കെ ചെന്നാൽ കാണാം. ഒരു ജീവനക്കാർക്ക് ഒരു സാധനം ഉണ്ടാവും സ്വൈപ്പ് ചെയ്യാൻ. ഒരു അല്ലെങ്കിൽ ഫേസ് അയക്കാറ്, ഓരോ ഫേസ് കാണുമ്പോൾ വായിൽ തുറക്കും. നമ്മൾ ചെന്നാൽ തുറക്കില്ല. അപ്പൊ ഗ്ലൂക്കോസിന്, നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ ഗ്ലൂക്കോസിന് ഈ രക്തത്തിൽ നിന്ന് ഈ കോശങ്ങളിലേക്ക് കയറി ചെല്ലണമെങ്കിൽ അവിടെ ഒന്ന് സ്വൈപ്പ് ചെയ്യാൻ. ആ സ്വൈപ്പ് ചെയ്യുന്ന ആളാണ് ഇൻസുലിൻ. അപ്പൊ ഇൻസുലിൻ വന്നിട്ട് അവിടുത്തെ വാതിൽമ കണ്ട് അവിടെ ഇൻസുലിൻ നിൽക്കാനൊരു സ്ഥലം ഉണ്ട്. അവിടെ ആ ഇൻസുലിൻ അവിടെ കണ്ട് ഈ കാർഡ് അവിടെ വെക്കുമ്പോ എന്ത് ചെയ്യും? ഇൻസുലിനായ കാർഡ് അവിടെ വെക്കുമ്പോ എന്ത് ചെയ്യും? ഈ കോശത്തിന് ഗ്ലൂക്കോസ് എന്നോട് കയറാനുള്ള വാതിൽ അവിടെ തുറക്കും. അപ്പൊ നമ്മളെല്ലാവരുടെ ശരീരത്തിലും അത്യാവശ്യത്തിനും ആവശ്യത്തിനൊക്കെ ഉള്ള ഇൻസുലിൻ നമ്മളെ കുടലിന്റെ ബാക്കിലുള്ള പാൻക്രിയാസ് എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എത്ര തിന്നാലും, സാധാരണ ഒരു മനുഷ്യൻ എത്ര ഭക്ഷണം കഴിച്ചാലും അതിനനുസരിച്ച് ഇൻസുലിൻ ഉണ്ടാവും. അതുകൊണ്ട് രക്തത്തില് ഒരു കാരണവശാലും ഗ്ലൂക്കോസ് കെട്ടിക്കിടക്കൂല. നമ്മൾ എത്ര കഴിച്ചാലും അത് രക്തത്തിലെത്തും. ആ രക്തത്തിൽ നിന്ന് എല്ലാം ഈ കോശങ്ങളുടെ ഉള്ളിലേക്ക് പോകും. അപ്പൊ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഇൻസുലിന്റെ അളവ് കുറയുമ്പം എന്ത് സംഭവിക്കും? നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ ഗ്ലൂക്കോസ് രക്തത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് കടക്കാൻ പറ്റാണ്ട് രക്തത്തിൽ തന്നെ കെട്ടിക്കിടക്കും. അപ്പോ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് എന്ത് ചെയ്യും? കൂടും. കാരണം ഇതിന് കോശങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റണില്ല. കാരണം ഇൻസുലിൻ ഇല്ല. ഇൻസുലിൻ വന്നാലേ കോശങ്ങളുടെ വാതിൽ തുറക്കുള്ളൂ. ഇൻസുലിൻ വരാത്തോണ്ട് കോശങ്ങൾ ഗ്ലൂക്കോസിനെ ഉള്ളിൽ കയറ്റൂല. അപ്പോ ഗ്ലൂക്കോസ് രക്തത്തിൽ തന്നെ കിടക്കും. ആ രക്തത്തിൽ ഗ്ലൂക്കോസ് അമിതമായി കിടന്നാൽ എന്ത് സംഭവിക്കും? ഈ രക്തം ഓടുന്ന സ്ഥലത്ത് കംപ്ലീറ്റ് ഇത് അടിഞ്ഞുകൂടി പ്രശ്നങ്ങൾ ഉണ്ടാകും. രക്തക്കൊഴൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഹാർട്ടിലെ രക്തക്കൊഴൽ ബ്ലോക്ക് ആവും, അറ്റാക്ക് ഉണ്ടാവും. തലച്ചോറിലെ രക്തക്കൊഴൽ ബ്ലോക്ക് ആവും, സ്ട്രോക്ക് വരും. കണ്ണിലെ രക്തക്കൊഴൽ ബ്ലോക്ക് ആവും, കാഴ്ച നഷ്ടപ്പെടും. കിഡ്നിന്റെ രക്തക്കൊഴൽ ബ്ലോക്ക് ആവും, കിഡ്നി കേട്. അങ്ങനെ എവിടൊക്കെ രക്തം സഞ്ചരിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഡാമേജ് ഉണ്ടാവും. അതുകൊണ്ട് ഷുഗർ എന്ന് പറഞ്ഞാൽ വലിയ മഹാവില്ലനാണ്. അപ്പൊ അതിനെന്ത് വേണം? ഈ രക്തത്തിൽ ഒരു കാരണവശാലും ഗ്ലൂക്കോസ് കൂടി നിൽക്കാൻ പാടില്ല. അതിനെ പെട്ടെന്ന് അവിടുന്ന് മാറ്റണം.
അപ്പോ ഇൻസുലിന്റെ അളവ് കുറഞ്ഞത് കൊണ്ടാണല്ലോ ഇത് ഉണ്ടായത്. അപ്പൊ എന്ത് ചെയ്യണം? ഇൻസുലിന്റെ അളവ് കൂട്ടണം. ഇൻസുലിന്റെ അളവ് കൂട്ടണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? വരുന്ന ഷുഗറിന്റെ ലോഡ് കുറക്കണം. നമ്മളെ രക്തത്തിലേക്ക് വരുന്ന ഷുഗർ ഇടുന്നാ വരുന്നേ, നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്നാ വരുന്നേ. അപ്പൊ ആ ലോഡ് കുറക്കണം. പോട്ടർമാര് മാറ്റാൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ലോഡ് ഇറക്കണ്ടെന്ന് പറയണം. അല്ലെങ്കിൽ ബ്ലോക്കാവും, ട്രാഫിക് ബ്ലോക്കാവും, ലോറി എങ്ങനെ വന്ന് കെട്ടിക്കിടക്കും ഇറക്കാൻ ആളില്ലെങ്കിൽ. അപ്പൊ അതേമാതിരി നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഷുഗർ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, മധുരമുള്ള എല്ലാ സാധനങ്ങളിലും ഗ്ലൂക്കോസിന്റെ അളവ് വളരെ കൂടുതലായി. രണ്ടാമത്തത് അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഉള്ള സാധനങ്ങൾ. അത് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ഇങ്ങനെ അട്ടിക്കട്ടിക്ക് കിടക്കാണ്. അതിങ്ങനെ മുറിച്ച് കൊണ്ടുവന്നാൽ പിന്നൊക്കെ ഗ്ലൂക്കോസ് ആയിക്കാരം. അതാണ് അരി, ഗോതമ്പ്, കിഴങ്ങ് വർഗങ്ങൾ, ഭൂമിക്കടിയിലുണ്ടാകുന്ന എല്ലാ ചാതുള്ള മുതലും കാർബോഹൈഡ്രേറ്റ് ആണ്. ചേമ്പായിക്കോട്ടെ, ചേനയിക്കോട്ടെ, എന്ത് കിഴങ്ങാണെങ്കിലും അതിലെന്തുണ്ടാവും? നല്ല ഗ്ലൂക്കോസ് ഉണ്ടാവും. കിഴങ്ങ് വർഗങ്ങൾ തിന്നരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ അരി, ഗോതമ്പ്, ഇതിലാണ് ഏറ്റവും കൂടുതൽ ഗ്ലൂക്കോസ് ഉള്ളത്. അത് കഴിച്ചാൽ പെട്ടെന്ന് ഗ്ലൂക്കോസ് ആവും. എന്നാൽ ചില സാധനം, രാഗി, ചാമ, പിന്നെ ബാർലി, അങ്ങനത്തെ കോംപ്ലക്സ് ആയ സാധനങ്ങളുണ്ട്. ആ സാധനങ്ങൾ എന്താണ്? അതില് കാർബോഹൈഡ്രേറ്റ് കിട്ടണമെങ്കിൽ ദഹിച്ച് കുറേ കഴിയുമ്പോഴേ വരുള്ളൂ. അതിന്റെ അളവും കുറവേ. കാരണം അത് കിട്ടണമെങ്കിൽ നല്ല പണിയെടുക്കണം. അതായത് ദഹിപ്പിക്കാൻ തന്നെ ചെലവുണ്ട്. അതിന് കുറെ ഗ്ലൂക്കോസ് ചെലവാകും. അത് ദഹിച്ച് അതിന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ. മറ്റേതങ്ങനെ അരി, ഗോതമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഗോതമ്പ് ഈ ഓറഞ്ച് ജ്യൂസ് അടിച്ചിട്ടാൽ മതിയാ. അങ്ങനെ ഓറഞ്ച് ഇട്ടാൽ അങ്ങനെ വേഗം ജ്യൂസ് ആവുമല്ലോ, നീരാണല്ലോ ഫുള്ള്. അതേപോലെയാണ് നമ്മൾ അരി, ഗോതമ്പ്. അതിന് പെട്ടെന്ന് കാർബോഹൈഡ്രേറ്റ് വരും. അതിന് ഷുഗർ ഉണ്ടാക്കാൻ മെനക്കെട് കുറവാണ്, നമുക്ക് ചെലവില്ല. മറ്റീന് കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ്. ഏത്? ഈ ചാമിയും ബാർലിയും, എന്താണ്, രാഗി, അങ്ങനത്തെ ഇപ്പം അങ്ങനെ ഒരു ട്രെൻഡാണല്ലോ, ട്രെൻഡിങ്ങിലുള്ള സാധനമാണ്. അപ്പൊ അത് കഴിക്കണം. എന്തിനാ വെച്ചാൽ അതിന്റെ ഷുഗറിന്റെ അളവ് അതിൽ കുറവാണ്. അപ്പൊ ആദ്യമായിട്ട് ഷുഗർ ഉള്ള ഒരാൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഷുഗറിന്റെ ലോഡ് കുറയ്ക്കാം. ഷുഗർ കൂടുതലുള്ള ഭക്ഷണങ്ങൾ എന്ത് ചെയ്യുക? കഴിയുന്നതും ഒഴിവാക്കുക. മധുരമുള്ള ഒരു സാധനം കഴിക്കരുത്. മുട്ടായി ആകട്ടെ, ഹലുവ ആകട്ടെ, പായസാകട്ടെ, ജിലേബി ആകട്ടെ, ഡയറക്റ്റ് ഷുഗർ കംപ്ലീറ്റ് ഒഴിവാക്കുക. പിന്നെ ഈ ലോഡുള്ള അരി, ഗോതമ്പ്, കിഴങ്ങ് അത് പറ്റുമെങ്കിൽ ഒഴിവാക്കുക. അല്ലെങ്കിൽ നല്ല കൺട്രോൾ. ചോറൊക്കെ എന്താ പറയുക, തുടങ്ങിയാൽ പിന്നെ അങ്ങനെ പോവും. നമ്മൾ ശീലിച്ചതാണ്. പിന്നെ വയറിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല്, വയറ് എലാസ്റ്റിക്കാണ്. നമ്മളെ പള്ള, ആമാശയം അത് എലാസ്റ്റിക്കാണ്. അതിക്ക് നമ്മൾ എത്ര തിന്നണോ അതിനനുസരിച്ച് വീർത്ത് വരും. അപ്പൊ നല്ലോണം തിന്ന് ശീലിച്ച് അപ്പൊ ഇങ്ങനെ വീർത്ത് സ്ട്രെച്ച് ചെയ്യും. ഇതിങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആ ഭിത്തിയിൽ സെൻസറുകളുണ്ട്, സെൻസർ. അപ്പോ ആ നല്ലോണം തിന്ന് ശീലിച്ച ഒരാളെ സെൻസർ ഓണാകാൻ സമയമെടുക്കും. നല്ലോണം അറിയുമ്പോൾ എന്ത് ചെയ്യുള്ളൂ? മതിന്ന്. ഏത് ഭക്ഷണം കഴിച്ചാലും നോർമലി ഒരു മനുഷ്യന് മതിയാവും. ഏമ്പക്കം വിടലല്ല മതിയായില്ല. എന്നാല് നമ്മളിപ്പോ ഇങ്ങനെ തിന്നുമ്പോൾ നമുക്ക് ഒരു ആ ഭക്ഷണത്തോടുള്ള ഒരു ഇതിന് കുറയും, ക്രേസ്, ഒരു ക്രേവിങ് ഉണ്ടാവും. അത് കുറഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് മതിന്ന് തോന്നും. പിന്നെ നമ്മളിങ്ങനെ ഇടുന്നതാണ്. ആ ഇടൽ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നമ്മൾ ശീലിക്കണതിനനുസരിച്ച് നല്ലോണം തിന്ന് പള്ളർച്ച് തിന്ന് ശീലിച്ച ഒരാൾക്ക് പള്ളർച്ചെന്ന് തിന്നണ്ടേ. ഇനി തിന്നിട്ടില്ലെങ്കിൽ വെള്ളമെങ്കിലും കുടിച്ച് പള്ളർക്കണ്ടേ ആണ്. കാരണം ആമാശയം സ്ട്രെച്ച് ചെയ്താലേ മതിയായി തോന്നുള്ളൂ. നേരെ മറിച്ച് കുറച്ച് തിന്ന് ശീലിച്ച ഒരാൾക്ക് എന്ത് ചെയ്യും? ആമാശയം വലുതാവില്ല.
ചെറുതായി തന്നെ നിൽക്കും. അപ്പൊ അതിൽ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ. അതാണ് നമ്മൾ കുറെ കാലം കുറച്ച് തിന്ന് ശീലിച്ചാൽ എന്ത് ചെയ്യും, പിന്നെ വേണ്ടാന്ന് തോന്നും. കുറച്ച് തിന്നുമ്പോൾ മതി എന്ന് തോന്നും. അതാണ് വലിയ 140, 150, 200 കിലോ ഉള്ള ആൾക്കാരെ തടി കുറക്കാൻ വേണ്ടി ബേരിയാട്രിക് സർജറി ചെയ്യുന്നതാണ്. ആമാശയത്തിന്റെ വലിപ്പം പറ്റം കുറക്കുക. കുടലൊക്കെ കുറെ 6-7 മീറ്റർ ഉണ്ട് കുടല്. എത്തിനപ്പത്ര 7 മീറ്റർ കുടലൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് പോയി കുറക്കും. അപ്പൊ തിന്നണേന്ന് കാര്യത്വം കിട്ടൂല. കാരണം ഇതിങ്ങനെ ഭക്ഷണം ഈ 6 മീറ്ററിന്റെ ഉള്ളിലൂടെ മെല്ലെ മെല്ലെ ഇങ്ങനെ പോകുമ്പോഴാണ് വലിച്ചെടുക്കുക. അത് 1 മീറ്റർ ആവുമ്പോ എന്ത് ചെയ്യും, അതിന് വലിച്ചെടുക്കാൻ നേരം കിട്ടൂല. അപ്പൊ ഇതിന് താഴത്തേക്ക് എത്തും. അങ്ങനെയാണ് ഓരോ തടി കുറക്കണേ. ഓരോ പള്ളന്റെ വലിപ്പം കുറക്കുക. പോലും തിന്നാൻ വയ്ക്കൂല. കുറച്ച് തിന്നുമ്പോൾ ഛർദ്ദിക്കാൻ പറ്റും. ഇപ്പൊ തിന്നാൻ കഴിയൂല. ചില ആൾക്കാരല്ലേ സർജറി ഫെയിലായ എന്താ ഉണ്ടാവുക, പറ്റ മെലിഞ്ഞൊട്ടുക ചെയ്യാം. ആവശ്യമുണ്ടോ കൂടി കിട്ടാതായാലും. അപ്പൊ നമ്മൾ ആദ്യത്തെ പോയിന്റ് എന്താ വെച്ചാൽ ഭക്ഷണം കുറക്കാം. അതില് എന്താണെങ്കിലും ഏതാണെങ്കിലും അളവ് കുറക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പണ്ട് അരി ചോറ് തിന്നരുത് എന്നൊക്കെ പറഞ്ഞത് അങ്ങനെയൊന്നുമില്ല. കുറച്ച് ചോറ് അളവാണ് ഏറ്റവും പ്രധാനം. അളവ് ഏറ്റവും പ്രധാനം. നമ്മളെ ആവശ്യത്തിന്, നമ്മളെ ഒരു തൊഴിലും നമ്മളെ റിക്വയർമെന്റും എന്താണോ അതിനനുസരിച്ച്. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഇവിടെ ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഗ്ലൂക്കോസ് നോക്കണ ഒരു സാധനമുണ്ട്. മൊബൈൽ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയാൽ ഇവിടെ വെച്ചാൽ ഗ്ലൂക്കോസ് അറിയാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ എത്ര ഗ്ലൂക്കോസ് ഉണ്ട് എന്ന് മൊബൈൽ ഇവിടെ ഇങ്ങനെ ഇവിടെ സാധനം ഫിറ്റ് ചെയ്യും. ഇവിടെ 10-12,000 റുപ്യ വരെ ഉണ്ട്. അതിവിടെ ഫിറ്റ് ചെയ്താൽ പിന്നെ നമ്മൾ മൊബൈൽ ഇതിൻ്റെ അടുത്തേക്ക് പിടിച്ച് അപ്പം ഗ്ലൂക്കോസിന്റെ റീഡിങ് ഇതിൽ കാണിക്കും. 2 ആഴ്ചക്ക് 5,000 റുപ്യ ചെലവ്. 2 ആഴ്ച കാണിക്കണമെങ്കിൽ 5,000 റുപ്യ ചാർജ് ചെയ്യും. റീചാർജ് ചെയ്യില്ല. നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യണ മാതിരി 5,000 റുപ്യക്ക് റീചാർജ് ചെയ്താൽ 2 ആഴ്ച അറിയാം. അപ്പൊ എന്തെങ്കിലും മെച്ചറിയാം. നമ്മളിപ്പോ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുക, രാത്രി ഒന്നിങ്ങനെ വെച്ചു 350. ഇനിയിപ്പോ ഇതിനെ തിന്നണ് ഇവിടെ ഇപ്പൊ തന്നെ നമ്മള് ചോരയും 350 ഷുഗർ. ഇനിയിപ്പോ നമ്മള് ചോറ് ഇത്ര കേട്ടാ അപ്പൊ നമ്മൾ തിന്നാതെ പോകും. ത്രെഡ്മില്ലൊക്കെ ഉള്ള ആളാണെങ്കിൽ ഒന്ന് പോയി 1 മണിക്കൂർ എന്ത് ചെയ്യും, അതിമ ഒന്ന് പോയി എക്സസൈസ് ഒക്കെ ചെയ്ത് പിന്നെ ഒന്ന് നോക്കും. അപ്പോൾ 240 ഉണ്ടാവും. അപ്പോൾ ഒരു വെള്ളം കുടിച്ച് സമാധാനത്തിൽ കിടക്കാം. സമാധാനം ഉണ്ടാവില്ല എന്നുള്ളത് വേറെ. എന്നാലും എന്താ വെച്ചാൽ ഷുഗർ നമുക്ക് അറിയാൻ പറ്റും കൃത്യമായിട്ട്. കായിലോരെടുത്ത് അതൊക്കെ ഉണ്ടാകും കേട്ടോ. ഇപ്പൊ എല്ലാവർക്കും നടക്കണ കാര്യമല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഇത് ഒന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. 2 ഇത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചാൽ ഇത് കൃത്യമായി ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ മരുന്ന് കുടിക്കുക എന്നുള്ളതല്ല. നമ്മൾ ഇതൊക്കെ അതിൽ പെടും. ഭക്ഷണം നിയന്ത്രിക്കുക. അതിൽ ആദ്യം നിയന്ത്രിക്കേണ്ടത് ഡയറക്റ്റ് ഷുഗറുകളാണ്. ചായ നമ്മളെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഒരു വിത്തൗട്ട് ചായ നോക്കുമ്പോ എന്താ ജാഗിരി വിത്തൗട്ട് ചായയാണ് ഉപയോഗിച്ചു. അപ്പൊ വിത്തൗട്ട് ഒരു ഫാഷനാണ്. പക്ഷെ അതിന്റെ കൂടെ എന്ത് ചെയ്യും, നെയ്യപ്പം തിന്നും, ജാഗിരി തിന്നും. അപ്പൊ അത് നമ്മൾ ആദ്യം ഡയറക്റ്റ് മധുരം നമ്മൾ കംപ്ലീറ്റ് ഒഴിവാക്കുക. പിന്നെ ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റുകളുടെ ആയ അരി, ഗോതമ്പ്, പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതിന് നല്ല കൺട്രോൾ വെക്കണം. ഇല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കി നിങ്ങൾ രാഗിയും ചാമക്കഞ്ഞിയും രാഗി പുട്ടും രാഗിൻ്റെ അപ്പവും രാഗിൻ്റെ ദോശയൊക്കെ ഉണ്ട്, ഇതൊക്കെ തിന്നാൽ നല്ല റാത്തേക്കാരം. നമുക്ക് ഒരുവിധം ഗുളികയും ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇനി ഇതിന്മേലൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ നിയന്ത്രിക്കാൻ തന്നെ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ 2 മാസം നോക്കിയിട്ട് നമ്മളെ ഷുഗർ നോർമലാണ്, നിങ്ങൾ ഗുളിക കഴിക്കണ്ട. ഇതിന്മേലൊന്നും കൺട്രോൾ ആകണില്ലെങ്കിൽ ഗുളിക കഴിക്കണം. നമ്മളെ നാട്ടിലെന്താ പ്രശ്നങ്ങള്, മരുന്ന് പറഞ്ഞ മരുന്നോ ഇപ്പൊ തന്നെ കിഡ്നിയാണ് പോകുന്നത് പറയും. ഒരു വർത്താനം കേട്ട ഷുഗറിന്റെ മരുന്നുകൊണ്ടായി കിഡ്നി പോകുന്നതാണ് ആൾക്കാരുടെ വിചാരം. ഇൻസുലിൻ വെച്ചാൽ കിഡ്നി പോകും അല്ലേ, ഓക്സിജൻ വെക്കിട് മരിക്കാനാവുമ്പോഴാണ്. ഇതൊക്കെ നമ്മളെ നാട്ടിലും മൂക്കൂടെ ട്യൂബിടണമെന്നാണ്. എപ്പൊ തന്നെ മരിച്ചാനാവുമ്പോഴേ ഇൻസുലിൻ കഴിഞ്ഞോട്ടെ എന്നാണ്. മരിച്ചാതെക്കാനാണ് മൂക്കൂടെ ട്യൂബിടുന്ന എപ്പോഴാണ്, ഭക്ഷണം കിട്ടാനാണ്. ഈ ഗ്ലൂക്കോസിന്റെ വെള്ളം കുടിച്ചാൽ, ഗ്ലൂക്കോസ് കയറ്റിയാൽ ഒരു മനുഷ്യന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒന്നും കിട്ടൂല. അതിലാകെ ഉള്ളത് സോഡിയം, പൊട്ടാസ്യം, ക്ലോറിനും പിന്നെ വെള്ളവും മാത്രമേ ഉണ്ടാവുള്ളൂ, കുറച്ച് ഷുഗറും. അതല്ലാത്തൊരു സാധനം ഇവിടെ കൊടുക്കാൻ പറ്റൂല. അപ്പൊ ഭക്ഷണം മൂക്കൂടെ ട്യൂബിട്ടാൽ തരിപ്പ് പോകാതെ പോകും. ഈ ബോധമില്ലാത്തയും
ഇപ്പോൾ കഴിക്കാൻ താല്പര്യമില്ലാത്തവർ, കഴിക്കാൻ കൂട്ടാക്കാത്ത ആൾക്കാർക്ക് ട്യൂബ് ഇട്ടെടുത്ത എന്ത് ഭക്ഷണം കൊടുക്കാം. പണ്ടിൻ്റെ വല്യമാക്ക് ട്യൂബ് ഇട്ടിട്ട് അവസാനം വല്യമ്മ അത് ഊരണ്ട അവിടെ നിന്നോട്ടെ. കാരണം എന്താ സാധനങ്ങൾ കുടിച്ചാൽ താല്പര്യം. ഇപ്പൊ പണ്ടൊരു ചങ്ങായിണ്ട് ഇവിടെ ക്യാൻറ്റീനിലുണ്ട്, ജ്യൂസ് കുടിച്ചു. ഉച്ചക്ക് എന്നും ജ്യൂസ് കുടിച്ചു. അപ്പൊ എന്താ ജ്യൂസ്? ചോറ് കറി വെച്ച് കുഴച്ച് എടങ്ങാറില്ല, തിന്നണ്ടേ. ഇതിങ്ങനെ കുഴച്ച് കൂടി തന്നെ ജ്യൂസ് ആകുമ്പോൾ അടിച്ച് പോയാൽ മതി. മെനക്കെടാണല്ലോ. അപ്പൊ റൈസ് ട്യൂബ് ഇട്ടാല് സുഖല്ലേ, എല്ലാം കുടിച്ച് നമുക്ക് ഇഷ്ടമില്ലാത്ത കൊടുക്കേ. പക്ഷെ ചിലതൊന്നും നമുക്ക് തിന്നാൻ പറ്റില്ല. ഈ വയസ്സായ ചില ഭയങ്കര ഷർത്തും പറമ്പാണ് വയസ്സായ ആൾക്കാർക്ക്. അത് പറ്റൂല, ഇത് പറ്റൂല, ഇത് പണം പറ്റൂല, ഇതെന്തും കൊടുക്കുക ഇതിൻ്റെ ഉള്ളിലൂടെ. കാരണം നമ്മളറിയില്ലല്ലോ, നല്ല ഉഷാറിൽ നിൽക്കുകയും ചെയ്യും. അപ്പോ ഈ ട്യൂബ് ഇടുന്നെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, അപ്പൊ അതൊക്കെ ഓരോ സമയത്ത് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചികിത്സിക്കുക എന്ന് പറയുമ്പം അതിനോട് നമ്മൾ എന്ത് ചെയ്യരുത്, അതിന് മുഖം തിരിഞ്ഞിരിക്കാൻ പാടില്ല. കൃത്യമായിട്ട് അത് എക്സസൈസുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഭക്ഷണത്തിൻ്റെ അളവൊക്കെ കുറച്ചാൽ ഒരു പരിധി വരെ ഇത് നിയന്ത്രിക്കും. നമ്മളെ വാപ്പാക്കും ഉമ്മാക്കും ഇനി പ്രമേയം ഉണ്ടെങ്കിലും ശരി, നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ തടഞ്ഞു നിർത്താൻ പറ്റും. ഇതെന്താ വെച്ചാൽ മരുന്നും കുടിച്ചില്ല, മരുന്നൊക്കെ കിഡ്നി പോവും, മറ്റേ പോകുന്നുണ്ട്, മരുന്നും കുടിച്ചില്ല, എന്നിട്ട് 500-400 ഷുഗർ റേറ്റ് നടക്കും. അത് അക്രമമാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഒന്നുകിൽ നിങ്ങൾ എക്സസൈസും കാര്യങ്ങളും ഈ പറഞ്ഞ ഭക്ഷണം നിയന്ത്രിച്ച് ഷുഗർ കുറയ്ക്കാം, അതല്ലെങ്കിൽ ഗുളിക കുടിച്ചാൽ. ഇത് രണ്ടും ഇല്ല എന്ന് പറഞ്ഞാൽ വലിയ അക്രമമാണ്. കാരണം എന്താ പറയുക, ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഈ കിഡ്നിയൊന്നും കേടില്ല. 5, 6, 8 കൊല്ലം കഴിഞ്ഞിട്ട് അനിയന്ത്രിതമായ ഗ്ലൂക്കോസും പ്രഷറും ഒക്കെ കുറേ കാലം കൊണ്ടടക്കുമ്പോഴാണ് ഇത് സ്ട്രോക്കായിട്ട് മാറുക, ഇത് അറ്റാക്കായിട്ട് മാറുക, ഇത് കിഡ്നി പോവുക. അതല്ലാതെ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് പോകില്ല. അതാണ് ചില ആൾക്കാർ പറയുന്നത്, എൻ്റെ ഷുഗർ 500ആണ്. നാളെ ഒരാളിനോട് പറഞ്ഞു എൻ്റെ ഷുഗർ നോർമൽ എന്ന് പറഞ്ഞാൽ 300 അത്ര. അങ്ങനെ ആൾക്കാണ് നോർമൽ 300. അപ്പൊ എന്താ 300 കുറഞ്ഞാൽ വിറയലാണ്. അതുകൊണ്ട് ഞാൻ ഗുളിക കുടിച്ചില്ല. ഇപ്പൊ ആള് എല്ലാം കിടിഞ്ഞൊക്കെ പോയി കിടക്കുക. കാരണം മൂപ്പര നോർമൽ 300 അത്ര. എന്നിട്ട് പിന്നെ എന്താ പറയാ, ഞാനൊക്കെ എന്താ ആരോഗ്യം. ഞാൻ പറഞ്ഞു ഇന്നലെയും കൂടി ഞാൻ 4-5 വായക്ക് മണ്ണിട്ടു. ഞാൻ ഇപ്പൊ ഷുഗർ 500. ഞാൻ ഇപ്പൊ ഇന്നലെ കല്യാണത്തിന് ഞാൻ 3 ഗ്ലാസ് പായസം കുടിച്ചു. 3 ഗ്ലാസ് പായസം കുടിച്ചു. ഒരു കുഴപ്പമില്ല. 4 എന്താണ് വായക്ക് മണ്ണിട്ട് വീഴാൻ മൂക്കില്ല. 500 കുഴപ്പമൊന്നുമില്ല. സംഭവിച്ചില്ല. അങ്ങനെ ഡയലോഗ് അടിച്ചിരുന്ന ആളുകളുടെ ഡയലോഗിൽ നിങ്ങൾ ഒരിക്കലും വഞ്ചിതരാകരുത്. കുറച്ച് കഴിഞ്ഞാൽ കിടപ്പിലാവും. അത് 4-5 കൊല്ലം വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോവും. പിന്നെ ഇങ്ങനെ ചെറിയൊരു തരിപ്പ് വരും, കാലിലൊരു കുറി ഉണ്ടായിട്ട് ഉണങ്ങിയില്ല. അപ്പൊ പോയിട്ട് ചെക്കപ്പ് ചെയ്യുമ്പോൾ കാലിൽ രക്തക്കൊയിലൊക്കെ ബ്ലോക്കാണ് പറയും. അപ്പൊ നോക്കുമ്പോഴേക്കാർ നെഞ്ഞുവേദന. അപ്പൊ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്ന് പറയുമ്പോൾ അതിനും പറ്റൂല, ബൈപ്പാസ് ചെയ്യണം. 3 രക്തക്കൊയിലും ബ്ലോക്ക് ആയിട്ടാണ്. ആ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി ചെക്കപ്പിന് പോകുമ്പോൾ ക്രിയാറ്റിൻ 1.8 ഒരുമാതിരി മാലപ്പടക്കം പൊട്ടിമാരി ഒന്നായിട്ടാണ് പോകുമ്പോൾ. എന്നിട്ട് എന്തിനാ കുറ്റം എന്നറിയോ, അവസാനം അത് ഞാൻ ഇൻസുലിൻ വെച്ചു. അവസാനം ഓന്റെ ഇതിനൊക്കെ കുറ്റം ഇൻസുലിനാണ്. ഈ ഇൻസുലിൻ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അനിയന്ത്രിതമായ ഷുഗറാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലാതെ നമ്മൾ കുടിച്ചുന്ന ഗുളികയും നമ്മൾ വെക്കണ ഇൻസുലിനും അല്ല ഈ കുഴപ്പമുണ്ടാക്കുന്നത്. പിന്നെ ഇൻസുലിൻ വെക്കണം എന്ന് പറയുമ്പോൾ ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം മനസ്സിലാക്കിയതനുസരിച്ച് ഇൻസുലിൻ എത്രയും നേരത്തെ തുടങ്ങണോ അത്രയും നല്ലതാണെന്നാണ്. കാരണം അടിസ്ഥാനപരമായി ഇവിടുത്തെ കാരണം ഇൻസുലിൻ്റെ കുറവാണ്. അപ്പൊ ഇൻസുലിൻ പുറത്തുനിന്ന് വെക്കുമ്പോൾ എന്തുണ്ടാവും, കുറച്ച് ഇൻസുലിൻ, അതായത് ഒരു 100 യൂണിറ്റ് ഉണ്ടാകേണ്ട സ്ഥലത്ത് നമ്മളെ ശരീരത്തിൽ ഇപ്പൊ 80 യൂണിറ്റ് ഉണ്ടാകണുള്ളൂ. അപ്പോ 20 യൂണിറ്റ് നമ്മൾ പുറത്തുനിന്ന് വെച്ചാൽ നമ്മളെ സിസ്റ്റം കുഴപ്പമില്ലാണ്ട് പോകും. നേരെ മറിച്ച് നമ്മൾ ചില പ്രത്യേക ഗുളികകളുണ്ട്, ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കൂട്ടാനുള്ള ഗുളിക ഉണ്ട്. ആ ഗുളിക ഒരു പരിധിയിൽ കൂടുതൽ ഇൻസുലിൻ വെക്കാനുള്ള മടിയോണ്ട് ഗുളികന്റെ ഡോസ് കൂട്ടിയാൽ എന്താ സംഭവിക്കുക ചോദിച്ചാൽ, ഈ ഉണ്ടാകുന്ന ഇൻസുലിൻ എന്ത് ചെയ്യും, അത് പെട്ടെന്ന് നിൽക്കും. അതായത് നമ്മള് കറവ പറ്റാനായ പശുവിനെ നമ്മൾ കറന്ന് പാലുണ്ടാക്കിയാൽ അത് വേഗം കറവ പറ്റുക ചെയ്യുക. അതേമാതിരി നമ്മൾ ഇൻസുലിനെ ഉണ്ടാക്കാനുള്ള മരുന്ന് കൂടുതൽ കഴിച്ചാൽ ഈ ഇൻസുലിൻ ഉണ്ടാകുന്ന കോശങ്ങളെ കൊണ്ട് വയ്ക്കാത്ത പണി എടുപ്പിച്ചാൽ എന്ത് ചെയ്യും, ഐറ്റങ്ങൾ ചത്തുപോകും. ഉള്ള ഇൻസുലിൻ വേഗം നിൽക്കും.
അപ്പൊ ഉള്ള ഇൻസുലിൻ തന്നെ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ വെച്ചാൽ കുറച്ച് ഇൻസുലിൻ പുറത്തുനിന്ന് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ രണ്ട് ഉള്ളിലുണ്ടാവണമെന്നും പുറത്തുനിന്ന് സപ്ലൈ ചെയ്യണം കൂടി അങ്ങനെ ഒരു ഇതിലങ്ങനെ കുറെ കാലം പോകും. നേരെ മറിച്ച് ഇൻസുലിൻ വെക്കാനുള്ള മടിയോട് ഗുളികന്റെ ഡോസ് കൂട്ടിയാൽ ഉള്ളിലുണ്ടാകുന്ന ഇൻസുലിന്റെ അളവ് പെട്ടെന്ന് എന്ത് ചെയ്യും, കുറച്ചൊക്കെ ഉണ്ടാവും, പിന്നെ പറ്റുണ്ട്, പിന്നെ ഫുള്ള് നമ്മൾ പുറത്തുനിന്ന് നോക്കേണ്ടി വരും. അപ്പോ ഇപ്പൊ ശാസ്ത്രം പറയണത് എന്താ വെച്ചാൽ കുറച്ച് ഇൻസുലിൻ നേരത്തെ ചെറിയ ഡോസിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഇൻസുലിൻ ഉണ്ട്. പണ്ടത്തെ പോലെയല്ല. സാധാരണ ഇൻസുലിൻ 6 മണിക്കൂർ 8 മണിക്കൂറേ പ്രവർത്തിക്കുള്ളൂ. ഇന്ന് പുതിയ ഇൻസുലിൻ ഇറങ്ങി 24 മണിക്കൂർ ആക്ഷനിലെ. അപ്പൊ രാത്രി കിടക്കുമ്പോൾ ചെറിയൊരു 10 യൂണിറ്റ് വെച്ചാൽ ഫുൾ ഒരു ദിവസം അവിടെ കിടക്കും ശരീരത്തിൽ. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ പ്രമേഹം നമ്മൾ നിയന്ത്രിക്കണം. നിങ്ങൾക്ക് ഏത് ഹലാലായ ചികിത്സ എടുക്കാം. അള്ളാന്റെ റസൂല് ഹറാമ് കൊണ്ട് ചികിത്സിക്കരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഹലാലായ ഏത് ചികിത്സ, അത് ഹോമിയോ ആണെങ്കിലും അക്യുപങ്ക്ചർ ആണെങ്കിലും ആയുർവേദ ആണെങ്കിലും വയനാട്ടെ പച്ചമരുന്നാണെങ്കിലും എന്ത് മരുന്നും നിങ്ങൾ കുടിച്ചോളി, ഹലാലാണെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങളെ ഷുഗർ നോക്കുമ്പോൾ എന്താകണം, അത് നോർമലാണ്. ആൾക്കാരെന്താ വെച്ചാൽ ഞാൻ മരുന്നുണ്ട് മറ്റേ ചികിത്സ എന്നിട്ടോ എങ്ങനെയുണ്ട് ഷുഗർ, അത് ഞാൻ ഇപ്പൊ നോക്കലില്ല, നമുക്ക് കുഴപ്പമൊന്നുമില്ല, അതൊന്നുമില്ല. നിങ്ങൾ ഏത് ചികിത്സ എടുക്കണ്ടോ നമ്മൾ എതിരല്ല, പക്ഷെ നിങ്ങളെ ഷുഗർ ഇടക്കിടക്ക് ചെക്ക് ചെയ്യണം, അത് നോർമലാണ്. വയനാട്ടിലെ ആദിവാസിന്റെ മരുന്ന് കുടിച്ചിട്ട് ഷുഗർ നോർമലാണ്, നിങ്ങൾ അതന്നെ കുടിച്ചോളൂ. നിങ്ങൾ അലോപ്പതി ഇരിക്കണം എന്ന് ഇവിടെ ആരും പറയില്ല, ഷുഗർ നിയന്ത്രിക്കണം എന്നേ പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും നല്ലത് എക്സസൈസാണ്. എക്സസൈസും ഭക്ഷണ നിയന്ത്രണം ഏറ്റവും നല്ല മാർഗം. അയിമ നിയന്ത്രിക്കണില്ലെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് ഗുളിക ഉള്ള നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിന്റെ പ്രവർത്തനക്ഷമത കൂട്ടുന്ന ഗുളികകളാണ് തുടക്കത്തിൽ കൊടുക്കുക. അത് കൂടി കുടിച്ചാൽ കുറേയൊക്കെ ഒരു 70% കേസിലും തുടക്കത്തിൽ അയിമ അങ്ങനെ പോയിക്കോളും, കുഴപ്പമില്ലാണ്ട് 10 കൊല്ലക്കാലം അയിമ അങ്ങനെ പോകും ശ്രദ്ധിച്ചാൽ. അപ്പൊ ഇത് ശ്രദ്ധിക്കാതെ വെക്കുമ്പോൾ കംപ്ലീറ്റ് അടിച്ചു പോകും. പ്രത്യേകം മനസ്സിലാക്കുക, എവിടെയൊക്കെ രക്തോടുണ്ടോ അവിടെയൊക്കെ ഡാമേജ് ഉണ്ടാക്കും. അതാണ് പ്രമേഹത്തിന്റെ പ്രത്യേകത. ഒരു സ്ഥലത്ത് മാത്രമല്ല വരിക, മുറി ഉണങ്ങാത്ത അതുകൊണ്ടാണ്, ക്രിയാറ്റിൻ കൂടുന്നത് അതുകൊണ്ടാണ്, അറ്റാക്ക് വരുന്നത് അതുകൊണ്ടാണ്, സ്ട്രോക്ക് വരുന്നത് അതുകൊണ്ടാണ്. എവിടെ രക്തോടുണ്ടോ ആ രക്തക്കോയൊക്കെ നാശാവും ഷുഗർ അനിയന്ത്രിതമായി കൂടിക്കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഭക്ഷണം ആവശ്യത്തിന് കഴിക്കുക. 5 മാറും കല്യാണം ഉണ്ട് വിചാരിച്ചു കണ്ട് കല്യാണത്തിന് പോയി കൂടില്ല, എല്ലായിടത്തും പായസവും മന്തി ചോറും ഇതൊക്കെ ഷുഗറാണ് അല്ലേ. നിങ്ങൾ കുടിച്ചുന്ന ജ്യൂസ് അതൊക്കെ ഷുഗർ. ഈ ജ്യൂസൊക്കെ എന്ന് പറഞ്ഞാൽ ഷുഗർ ഇങ്ങനെ ബൂം എന്ന് പറഞ്ഞാൽ മേലേക്ക് പോണ സാധനമാണ്. എന്നിട്ട് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് ബിരിയാണി ബൂം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഐസ്ക്രീം ബൂം, എന്നിട്ട് പിന്നെന്ത് അത്രയും ഡാമേജാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് ബിരിയാണി ഇന്ന് ജ്യൂസ് ഒഴിവാക്കുക, ജ്യൂസ് വേണ്ടാക്കുക, അതിന് പകരം ബിരിയാണി ഇന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ബിരിയാണി ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് ഇഷ്ടമുള്ളത് തിന്നോളി. അതുകൊണ്ട് ഇന്ന ഭക്ഷണം തിന്നണം എന്നിപ്പോൾ ആരും പറയില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിന്നോളി, പക്ഷെ കുറച്ച് തിന്നാൻ പാടില്ല. ഇതിപ്പോൾ ചക്ക എന്താണ് പുതിയ നല്ല വരിക്കച്ചക്ക കാണുമ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ രാത്രി ഒന്നും കഴിക്കണ്ട, ഒരു മഗ്‌രിബിന്റെ മുമ്പ് ഒരു 10 വരിക്കച്ചക്ക തിന്നാലും ഞന്നു പിന്നെ ഒന്നുമില്ല, ഒരു പരിപാടിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഉച്ചക്ക് ചോറ് കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോറിന് മാറ്റിയിട്ട് ചപ്പാത്തി മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 7 നല്ല വരിക്കച്ചക്കൻ്റെ ചോറാണ് തിന്നുക. അതാണ് ഇന്നത്തെ ഭക്ഷണം. അതല്ലാതെ അത് കഴിഞ്ഞ് മേപ്പടിയിട്ട് ചോറും തിന്ന് പിന്നെ ഇങ്ങനെ 30 ചക്കയും മാങ്ങ ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ കുത്തി ഇങ്ങനെ ഈർക്കിളിയുണ്ട്, എന്താണ് കുത്തേണ്ട ഒരു കുത്തലുണ്ടല്ലോ, തൂപ്പിക്കൊണ്ടോ അങ്ങനെ കുത്തി ഇങ്ങനെ തിന്നുക. എന്താ ഇപ്പോൾ ഷുഗർ? എന്നിട്ട് കുറ്റം മുഴുവൻ ഇൻസുലിനും ഡോക്ടർമാർക്കും. അപ്പൊ അവിടെ കാട്ടുന്നത് ശരിയല്ല. ഇപ്പൊ നോക്കുമ്പോഴൊക്കെ കൂടുതൽ എന്താ മാങ്ങ കുത്തി ഇങ്ങനെ തിന്നല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മളെടുത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്, ഇതാണ് ഇതിന്റെ അടിസ്ഥാനം. ഇതിന്റെ മാത്രല്ല, ഏത് ജീവിത ശൈലി രോഗങ്ങളുടെയും അടിസ്ഥാനം എന്നത് ഈ അമിതമായ കാലറിയാണ്, അമിതമായ ഭക്ഷണമാണ്, ആവശ്യത്തിൽ കൂടുതലുള്ള ഭക്ഷണം. അതുകൊണ്ട് അത് നിർത്തുക. പിന്നെ എക്സസൈസ് കൂട്ടത്തിൽ തീരെ നടത്തല്ല. പണ്ടൊക്കെ ആൾക്കാരിങ്ങനെ പറഞ്ഞു അവിടെ സ്കൂളിലൊക്കെ അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഇല്ലേ ചെറുതാവുന്നു, ഇങ്ങോട്ട് കിടന്നിരുന്നു അങ്ങോട്ട് കിടന്നിരുന്നു ഇങ്ങനെ പോയി. ഇന്ന് ആർക്കും നടത്തല്ല. സ്കൂൾ ബസ് മുറ്റത്തേക്ക് വരും, പിന്നെ പള്ളിയേക്ക് സ്കൂട്ടി പറ്റുകിച്ചുകൊണ്ട് സൊഫിലൊക്കെ സ്കൂട്ടി നിർത്താൻ പറ്റുമെങ്കിൽ ആൾക്കാർ ഇനി സൊഫിൽ കൊണ്ടേക്ക് നിർത്തും. ഞാൻ അങ്ങനെ ആലോചിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫ് ചെയ്ത് ഒട്ടകത്തിന്റെ പുറത്താണ് ഇവിടെ വായിച്ചു.
അപ്പൊ സംഭവം സ്കൂട്ടി ഇങ്ങനെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമസ്കരിച്ചാൽ പോരെ. ഇനിയിപ്പോ കജിന് മുട്ടിനൊന്നിനും ഏതായാലും ഇരുന്ന് നമസ്കരിച്ചത് അത്രയും നടക്കില്ല. എന്നോട് ഒരാൾ പറഞ്ഞു ഞാൻ മുട്ട് മാറ്റണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ എന്താ അറിയോ ഞാൻ ഇപ്പൊ സ്കൂട്ടിമെന്ന് ഇറങ്ങലില്ലായിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ എല്ലായിടത്തും മൂപ്പര് അയിമ ഇങ്ങനെ പോകണം, അയിമെന്ന് ഇറങ്ങിയ പ്രശ്നമാണ്. എല്ലായിടത്തും എത്തും മൂപ്പര സ്കൂട്ടി ആയിട്ട്. അപ്പൊ ഞാൻ അങ്ങനെ സംഭവം ശരി. അപ്പൊ ഞാൻ പെരന്റെ ഉള്ളിലും പള്ളിക്കലൊക്കെ ഇങ്ങനത്തെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് സോഫിലൊക്കെ നിർത്താൻ ഇവിടെ അങ്ങോട്ടൊക്കെ റൂം ഉണ്ടാക്കിയ പോലെ. കാരണം ഇസ്ലാമിന്റെ ചെരുപ്പിട്ട് കണ്ടാ നിസ്കരിച്ചെന്ന് പറഞ്ഞത് നബിന്റെ കാലത്ത്. അപ്പൊ എന്താ പ്രശ്നം അല്ലേ? ആ സ്കൂളിൽ ചെരുപ്പിട്ടെന്നാണ് നിസ്കരിച്ചാൽ. ഞാൻ പറഞ്ഞാൽ അത്രയും ആൾക്കാർ, ഞാനൊന്ന് ഇതിന് ദീനല്ലാണ്ട് പറഞ്ഞു, ഞാൻ അത്രയും ആൾക്കാർ ഇളകണില്ല എന്നാ പറയണേ, ഇളകണില്ല. അപ്പൊ അതുകൊണ്ട് എക്സസൈസ് അത്യന്താപേക്ഷിതമാണ്. കുറച്ചൊക്കെ ഒന്ന് തടിയണം. ഒന്നുമില്ലെങ്കിൽ രാവിലെ നടക്കുകയും ചെയ്യും. അതിനിപ്പോ ആൾക്കാർക്ക് മുട്ടുകൊണ്ട് വെയിച്ചാൽ ഇപ്പൊ എന്താ വെച്ചാൽ എല്ലാവരും ചാട്ടും എന്തൊക്കെയോ എക്സസൈസുകളാണ്. ഇപ്പോ എന്തൊക്കെയോ കഞ്ചും കാലും തിരിച്ച് ഇതൊക്കെ തിരിച്ച്. ഇതിനൊക്കെ ഒരു പ്രായമുണ്ട്, 70-65 വയസ്സിലൊക്കെ പോയിട്ട്